PSC നോട്ടിഫിക്കേഷൻസ് ഒക്കെ മൊബൈലിൽ അയക്കാൻ വേണ്ടിയിട്ട് ഒരു മൗസ് മതി. നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ കുത്തുന്ന ടൈപ്പ് ഒരു മൗസ് മതി. അത് USB മൗസാണ് വേണ്ടുന്നത്. USB മൗസ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ ഫോണിൽ കുത്താനാണ്. അപ്പോൾ ഫോണിൽ C ടൈപ്പ് ആണെങ്കിൽ C ടൈപ്പ് മൗസും കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു USB മൗസാണ്. അപ്പം ഫോൺ C ടൈപ്പ് ആയതുകൊണ്ട് സിയുടെ കണക്ട് ചെയ്യാൻ വേണ്ടി USB-ന്ന് സിയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു C ടൈപ്പ് കണക്ടർ കൂടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ USB-ന്ന് സിയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇതിനകത്ത് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് C ടൈപ്പ് ആയിട്ടുണ്ട്, C ടൈപ്പിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലഗ് ചെയ്താൽ മതി. ഈ ഒരറ്റം പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൗസിൻ്റെ കർസർ നമ്മുടെ മൊബൈലിൽ കിട്ടും. അതുവഴി നമുക്ക് PSCയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം അയക്കാൻ പറ്റും. ഞാനതൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ. മൗസ് ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് വെച്ച് തന്നെ കർസർ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അത് വെച്ച് തന്നെ ടിക്ക് ചെയ്ത് എല്ലാം കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഡയറക്റ്റ് ഫോണിൽ ടച്ച് ചെയ്യാൻ പറ്റാത്തത്. ഡയറക്റ്റ് വരത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കർസർ ഉണ്ടായത് കൊണ്ട് കർസർ കൊണ്ട് നമുക്ക് ഇവിടെ ആ പോപ്പപ്പ് വിൻഡോ ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അടുത്തത് ചെയ്തതിന് ശേഷം നമ്മൾ എക്സാമിനേഷൻ സെൻറ്റർ കൊടുത്തു, താലൂക്ക് കൊടുത്തു. അതിനുശേഷം ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതും നമുക്ക് ഡയറക്റ്റ് ഫോണിൽ ടച്ച് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയും നമുക്ക് കർസർ യൂസ് ചെയ്ത് ഈ രണ്ട് പോപ്പപ്പ് വിൻഡോയും ഓക്കെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.